എടാ അഭിലാഷേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്കിപ്പോ ഇവിടുന്ന് ഡൽഹിയിലുള്ള ചെങ്ങായിക്ക് ഫയൽ സെൻഡ് ചെയ്യണം. നീ എങ്ങനെ സെൻഡ് ചെയ്യും? എന്ത് ഫയല്? എന്തോ ഫയലായിക്കോട്ടെ, നീ പറ. ഞാനൊരു മെയിൽ അയച്ചാൽ പോരെ? ഒരു 10 GB ഫയലാണെങ്കിലോ? 10 GB ഫയലാണെങ്കിൽ ഞാൻ ഡ്രൈവിലിട്ട് ലിങ്ക് അയച്ചാൽ പോരെ? എന്താ പ്രശ്നമാണെങ്കിൽ അത് പറയാം. അതായത് ഒരു 1000 TB ഒക്കെ ഉണ്ട് വെച്ചോ, TB ഇല്ലേ, ആ ഫയലൊക്കെ എങ്ങനെ സെൻഡ് ചെയ്യും? അവിടെ എത്തുമോ? അതെന്താ, ഞാൻ ഓൺലൈനിലിട്ട് അതും ഡ്രൈവിലിട്ട് അയക്കാമല്ലോ. ഇപ്പൊ എത്തി തന്നെ. എന്താ എടാ എത്ര ടൈം എടുക്കൂടാ? നീ ടൈം പറഞ്ഞില്ലല്ലോ, നീ അയക്കണമെന്നല്ലോ. അതെ, ഇവൻ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഒരാൾക്ക് ഡാറ്റ അയക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു മെയിലും എനിക്ക് ഡാറ്റ അയച്ചു വിടുന്നു. അപ്പൊ അവൻ ഡാറ്റയുടെ സൈസ് കൂട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഡ്രൈവിലിട്ട് അയച്ചാ പോരുന്നത്. എല്ലാരും ഇപ്പൊ ചെയ്യാറ്. അല്ല പിന്നെന്താ ചെയ്യാ? ഒരു 1000 TB ഒക്കെ ഇന്ന് പോയിട്ട് ഡൽഹിയിൽ എത്തുവോ? എന്ന് എത്തുക? പിന്നെ ഫ്ലൈറ്റിൽ കൊടുത്തേക്ക്. ഫ്ലൈറ്റിൽ കൊടുക്കല്ലേ സ്പീഡ് എത്തുക? ഫ്ലൈറ്റിലാകെ 2.5 മണിക്കൂറുള്ളൂ, ഒരു ഡ്രൈവിലേക്ക് കൊണ്ടുപോയ പോരെ. അതിന് നീ ഫ്ലൈറ്റിന്റെ ചാർജ് എടുത്തിട്ട് ഞാൻ സൊല്യൂഷൻ ഒരു കാര്യം ചെയ്യാം, വേറെ രണ്ടാമത് വിളിക്കാം. ഇതിന് തീരുമാനം കണ്ടെത്തണം. സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം എന്താന്ന് വെച്ചാല് ഇപ്പൊ ചോദിച്ച് എന്താ പറഞ്ഞ കൊറേ ഡാറ്റ ഉണ്ട്, ഒരു 1000 DB ഡാറ്റ ഉണ്ട്. ഇത് ലോറി കൊണ്ടുപോകണോ അതോ ഇന്റർനെറ്റിലൂടെ അയക്കണോ എന്നൊരാണ്. ഒരു അടുത്ത സ്ഥലം വിചാരിക്കും. ഇപ്പൊ ഇവിടുന്ന് എറണാകുളത്ത് നമ്മള് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകണം എനിക്ക്. നമുക്ക് ഒരു 1000 DB ഡാറ്റ ഉണ്ട്. അത് എന്ത് ചെയ്യാ, നെറ്റിലൂടെ അയക്കണോ ലോറിയിൽ കൊണ്ടുപോകണം? അതെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് 1 GB അയക്കാണ്, നമുക്ക് നെറ്റ് കൂടി അയച്ചാൽ എന്താണ് പെട്ടെന്ന് എത്തും. 1000 DB ഒക്കെ നെറ്റ് കൂടി അയച്ചാൽ എത്തുള്ളൂ. എന്താ തണി? അതാണ് ഞാൻ ചോദിച്ചത്. 1000 DB ഒക്കെ എത്തണമെങ്കിൽ വണ്ടി വിടുക, വണ്ടിയിൽ നമുക്ക് വലിയൊരു ഡിസ്കില് ആക്കിട്ട്. അപ്പൊ ഈ വലിയ കമ്പനികളൊക്കെ അങ്ങനെ ആക്കിണ്ടാ? ഞാൻ പറഞ്ഞുതരാം. നമ്മളെ AWS അറിയാമോ? AWS ആയിട്ടില്ലേ? AWS നോ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഉണ്ട്. ഇതിന്റെ പർപ്പസ് എന്താ? 1000 TB അല്ലെങ്കിൽ 1000 TB എക്സാബൈറ്റ് സ്കെയിലുള്ള ഡാറ്റ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ലോറി ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ. നമ്മൾ ഓൺലൈനിൽ ട്രാൻസ്ഫർ ആക്കുമ്പോൾ ഒരു ഈസി ആയിട്ട് എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ വണ്ടി വെച്ച് അയച്ചാൽ എനിക്ക് വണ്ടി അയച്ചേക്കാൻ ചെയ്യാൻ പറ്റില്ല. നീ ഏത് ഭാഷയാണ്? ഏത് ഭാഷയാണ് പറഞ്ഞത്? അത് തമിഴ് പ്ലസ് മലയാളം. കാര്യം നമുക്ക് സോൾവ് ആക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ കാര്യം പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് നമുക്ക് സോൾവ് ആക്കാം. അപ്പൊ നമ്മളിന്ന് ഡാറ്റ സ്ട്രക്ചർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവര് എല്ലാരും കൂടെ കൂടിയിട്ടാണ് നിങ്ങളെ ഡാറ്റ സ്ട്രക്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് ഷഹീന്, ഇത് മുസദ്ദീഖ്, ഇത് ഫായിസ്, ഇത് നമ്മുടെ അഭിലാഷ്. മലയാളിയാണ്, തമിഴാണ്, നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമ്മളിന്ന് നമ്മുടെ വെബ് ഡിസൈനിങ് തുടങ്ങാൻ പോവാണ്. വെബ് ഡിസൈനിങ് അല്ല, നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ ചലഞ്ച് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നൊരു 15, 20, 30 ദിവസമൊക്കെ പോവായിരിക്കില്ലേ? പറയണത് 50, 60 വേണേൽ കൊണ്ടുപോകാന്നുള്ളതാണ്. നമ്മൾ നോക്കട്ടെ എത്ര വരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ SPS സ്കൂൾ ഓഫ് പ്രാക്ടിക്കൽ സ്റ്റഡീസിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, മിടുക്കന്മാരാണ്. അപ്പൊ ഇന്ന് മുതല് കുറച്ച് ദിവസം ഉണ്ടാവും നമ്മള് ഇതില്. നമ്മള് കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ അതൊക്കെ കവർ ചെയ്യണത് നമ്മള് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, പിന്നെ ഗ്രാഫ്, ഹാഷ് ടേബിൾസ്. ഇതൊക്കെ മനസ്സിലാവണ മുന്നേ നമ്മൾ ആദ്യം ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതംസ് പഠിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ബിഗ് ഒ നൊട്ടേഷൻ എന്താ? ബിഗ് ഒ അനോട്ടേഷൻ അത് പറഞ്ഞപ്പോഴാണ്. ബിഗ് ഒ നൊട്ടേഷൻ ആണ്, ബിഗ് ഒ അനോട്ടേഷൻ അല്ല. തിരിച്ചാതെ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ആ അനോട്ടേഷൻ തെറ്റിയതിന്റെ പേരില് വളരെ മോശമായിട്ട് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ രീതിയിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ബിഗ് നോട്ടേഷൻ. പിന്നെ ഏതാ ടോപ്പിക്ക്? കോംപ്ലക്സിറ്റി അനലൈസിസ് പറയും. അതിൽ നമ്മൾ ലോഗരിതം നിങ്ങളും ഉപയോഗിക്കേണ്ടെന്ന് പറയും. പിന്നെ ഇതിൽ നമ്മൾ ഈ ചേട്ടന് ഹിന്ദിയാണ്, മലയാളമാണ്, തമിഴാണ്, പറയാൻ മനസ്സിലാവില്ല. നമുക്ക് എന്തായാലും സബ്ടൈറ്റിൽ വരും. നമ്മുടെ ഫേമസ് അൽഗോരിതംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫേമസ് ആയിട്ട് സോർട്ടിംഗ് അൽഗോരിതം, ബൈനറി സെർച്ച് ട്രീ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ.
പിന്നെ ഇതിനകത്ത് കമ്പ്യൂട്ടറിന്റെ മെമ്മറി എങ്ങനെയാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ഈ അൽഗോരിതംസിന് നമുക്ക് ഒരു അതിന്റെ ബാക്ക് എൻഡിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് കോറായി യൂസ് ചെയ്യാനായതുകൊണ്ട് ജാവ തന്നെ ഉപയോഗിക്കാം. നമുക്ക് ജാവ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് 100K കോഡിംഗ് ചലഞ്ചിൽ ജാവ കവറും ചെയ്തിട്ടുണ്ട്. ജാവ ചെയ്താൽ പിന്നെ പൈത്തണിലോ ഇതിൽ യൂസ് ചെയ്യാം. പക്ഷെ പൈത്തണിൽ ചെയ്ത് ജാവ ചെയ്യണമെങ്കിൽ ചിലപ്പോ ക്ലാസ് ഒബ്ജക്റ്റ് ഒക്കെ മനസ്സിലാണ് കൺസെപ്റ്റ് ഉള്ളത് എവിടെയാണ് എന്ന് കരുതി പേടിക്കണ്ട, ഇതില് ഡിഫറൻസ് ഒന്നും ഇല്ല, എല്ലാത്തിലും കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ അത്ര മതി. പ്രോബ്ലംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രോബ്ലംസും അതിന്റെ അനാലിസിസും നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോ ഇത്രയുള്ള കാര്യങ്ങള് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിന് താഴെ തന്നെ പുതിയ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഡെയിലി 1 hour അതിന് ഫ്രീ സപ്പോർട്ട് കിട്ടും. അതിൽ ഈ ഒരു ദിവസങ്ങളിൽ സീരീസ് നടക്കുന്ന ദിവസങ്ങളിൽ ഓരോ വീഡിയോ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ അന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ തന്നെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് ഉണ്ട്. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഇപ്പോൾ ഫുൾ ഡേ സപ്പോർട്ട് വേണ്ട ആൾക്കാരാണെങ്കിൽ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് ഉണ്ട്, അതിലോട്ട് ജോയിൻ ചെയ്യുക. അതിന് നമ്മുടെ ടീമിൽ ഇപ്പോൾ ഉണ്ടാവും, ഇവരൊക്കെ അവിടെ ടീമിലുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അപ്പോൾ അത് 24/7 എന്ന രീതിയിൽ ഡൗട്ട് ക്ലിയർ ചെയ്യും. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക, കണക്ട് ചെയ്തിരിക്കുക, കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് മേടിക്കുക. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ നമ്മൾ രാത്രി 9 മണിക്കുള്ളിൽ റിലീസ് ചെയ്യും. ഇവരെല്ലാവരും അഭിനയിച്ച് കഴിഞ്ഞ് അതിന്റെ നല്ല എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് ഇത് 9 മണിക്ക് റിലീസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചാനലിന്റെ ക്രോസ് റോഡ്സിന്റെ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ, ഇപ്പോൾ ഈ കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾ ഈ നമ്പർ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. വേറെ കാര്യം വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട്, ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. ആ പേജിലൊന്നും പലരും ലൈക്ക് ചെയ്യണമെങ്കിൽ പലരും ഫോളോ ചെയ്യുന്നില്ല. അതിലോട്ടും കൂടി കിടക്കണം യൂട്യൂബിൽ നിന്ന്. എന്നാലാണ് എന്താ പറയുക, അതിലൊക്കെ വെറൈറ്റി പ്രോഗ്രാമുകൾ അതിലൂടെയൊക്കെ റിലീസ് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. അല്ലേ അപ്പൊ അതും കൂടി ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ക്രോസ് റോഡ്സ് ഒഫീഷ്യൽ എന്നുള്ള സെർച്ച് ചെയ്താൽ കിട്ടും. അതേപോലെ എൻ്റെ നിഖിൽ കിളിവായി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. 10,000 ആക്കിയാലേ 10,000 ആക്കിയ ഇൻസ്റ്റാഗ്രാമിൽ എന്തുണ്ടല്ലോ സ്വൈപ്പ് അപ്പ് ഓപ്ഷനൊക്കെ വരും. അപ്പൊ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വേഗം 10,000 ആക്കി തരും. അപ്പൊ ഇന്ന് പഠിത്തമൊന്നുമില്ല, നാളെ മുതൽ നമ്മൾ കണ്ടന്റുകൾ തരാം. ഇന്ന് നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാന്നുള്ളതാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ളിൽ നമ്മളെ വീഡിയോ വരും. എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ റിലീസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അസൈൻമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് ഏറ്റവും ആദ്യം സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കില്ല നമുക്ക് ആലോചിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ ഓരോരോ വീഡിയോയിൽ നമ്മൾ പറയാം. അപ്പോൾ എന്താ ചെയ്യുക, അതന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് അഭിലാഷിനെ പരിചയപ്പെടാം. അഭിലാഷ് ആദ്യം മലയാളിയാണോ തമിഴാളിയാണോ, അല്ല മലയാളിയാണോ തമിഴാണോ എന്ന് ചോദിക്കുക. എന്താണ് അവസ്ഥ? ആക്ച്വലി എനിക്കറിയില്ല, അവിടെയൊക്കെ തമിഴ്നാട്ടില് ആയതുകൊണ്ട് തമിഴ് മാത്രം സംസാരിച്ച് അങ്ങനെ ശീലമായി മലയാളം മറന്നു. അപ്പോൾ കേരളത്തിൽ എപ്പോഴെങ്കിലും വരാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് മലയാളം സംസാരിക്കുമ്പോൾ അത് തമിഴും മലയാളമായി തമിഴാളമായി തീർന്നു. അപ്പൊ എന്താ പഠിച്ചൊക്കെ? ഞാൻ ബി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതൊരു ഇഷ്ടമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിൽ ജോലി കിട്ടി. അത് കുറച്ച് നാൾ അതിൽ ജോലി ചെയ്തു. അപ്പോൾ സാലറി എത്ര മതിയായില്ല. എന്നിട്ട് ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് UK ഒരു സ്കോളർഷിപ്പ് കിട്ടിയ. എന്നാൽ UK പോകാൻ റെഡി ആയിരുന്നപ്പോൾ ഇതാ കൊറോണ വന്ന്. അങ്ങനെ എനിക്ക് കൊറോണ ആയതുകൊണ്ട് അവിടേക്കും പോകാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ചേട്ടൻ ഇപ്പുറത്ത് എന്തെങ്കിലും നമുക്ക് ഗ്രോത്ത് വേണമല്ലോ, എന്താ ചെയ്യാൻ, നമുക്ക് പൈസ ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പുറത്തെ എൻ്റെ ചേട്ടൻ ഭയങ്കര ഗ്രോത്താണ്. IT-ലാണ്. ഞാൻ ആദ്യം കയറുമ്പോൾ 25 എന്തൊക്കെ കയറി. കുറച്ച് സാലറി ഉണ്ടായിരുന്നു. ഒരു ഇപ്പോൾ 3 years ആയിട്ടല്ലോ. പുള്ളി ഒരു 70 above ആണ് മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി വെറുതെ മറ്റേതിലും പോയി സമയം കളഞ്ഞ് ഒരു 40 എന്താ പറയുക ഒരു 40,000 മേടിക്കാൻ എനിക്ക് ഒരു 15 വർഷം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ IT-ൽ പോയാൽ അത് പെട്ടെന്ന് എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിനെന്താ ഒരു സൊല്യൂഷൻ ആലോചിച്ച് സെർച്ച് ചെയ്യുമ്പോഴാണ് കാശുണ്ടാക്കാൻ വന്നാണെന്ന് അർത്ഥം. അതെന്നെയാണ് ശരിയാണോ? അങ്ങനെയൊക്കെ എന്താ തരില്ലാത്ത കാശ് ആവശ്യമുണ്ട്, പൈസ അല്ലാതെ. ഇങ്ങനെ എക്സ്പീരിയൻസ് എത്തിയത് അത് ഓർത്തുണ്ട്. അവൻ വെറുതെ
ഈ നമ്മുടെ SPS-ന്റെ ഒരു എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുത്തതാണ്. അവൻ ദുബായ് ഇരുന്നിട്ട് അവൻ പഠിക്കാന്ന് എടുത്തിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ദുബായ് വരാം, എനിക്കിവിടെ ഒരു ജോലിയും കിട്ടും, ഞാൻ ദുബായ് വരണം. അപ്പോൾ അവൻ പറഞ്ഞു നീ ദുബായ് ഒന്നും വരണ്ട, നീ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അത് അറ്റൻഡ് ചെയ്യുക, അവിടെ നിനക്ക് നല്ല ജോലി കിട്ടും എന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ SPS-കാരെ തപ്പി വിളിച്ച് നമ്പറൊക്കെ തേടി കണ്ടുപിടിച്ച് വിളിച്ച് ഇവിടെ വന്നു. സംഭവമാണ്. എങ്ങനെയുണ്ട് വർക്കൗട്ട് ഇപ്പോൾ എസ്പെഷ്യലി ഫുൾ ടൈം വർക്ക് ഉണ്ടോ? അയ്യോ പറയാ വയ്യ. ഞാൻ എപ്പോൾ എണീക്കുന്നുണ്ട്, ഞാൻ എപ്പോൾ ഉറങ്ങുന്നുണ്ട്, എനിക്ക് ഒന്നും അറിയാനില്ല. ഞാൻ റൂമിൽ പീഡനാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ കുറെ ഹീറോയിൻസ് ആണ് വരാറുണ്ടായത്. ഇപ്പൊ ഒക്കെ കാണുമ്പോൾ ഡാറ്റ സ്ട്രക്ചറും പ്രോഗ്രാമും പൈത്താനും സാറുമാണ് വരുന്നത്. ഉറക്കത്തിൽ ആരും വരാറുണ്ടായിരുന്നു? ഹീറോയിൻസ്. എന്നാ ആയിക്കോട്ടെ. നെക്സ്റ്റ് +2കാർക്ക് എന്താ ഈ വീട്ടുകാര്യം? അതെനിക്ക് വരാൻ പറ്റൂല. നിങ്ങളെ DS പഠിപ്പിക്കാൻ പോണ ഇവിടെ +2കാരൊക്കെയാണ്. എന്തൊരു അവസ്ഥയാണ്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് എങ്ങനെ എന്താ IT ഫീൽഡ് സൂചിച്ച ഡിഗ്രി പോയിക്കൂടെ? എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ +2 ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ആദ്യം കുറെ ഇലക്ട്രോണിക്സ് ചെയ്ത് അതിൽ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പ്രോഗ്രാമിങ്ങിൽ വന്ന് പിന്നെ ആദ്യം കുറെ പൈത്തണില് പ്രോഗ്രാം ചെയ്ത് പിന്നെ കുറെ ജാവയില് ഒരു സ്റ്റാർട്ടപ്പില് കുറച്ചു കാലം ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്ത് പിന്നെ അങ്ങനെ പ്രോഗ്രാമിലേക്ക് എത്തി. ഇപ്പൊ ഇതിലങ്ങനെ നിൽക്കണ്. ഇപ്പൊ കുറച്ച് AI-നെ പറ്റിയൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡാറ്റ സ്ട്രക്ചർ ഉണ്ടപ്പോ അതിലേക്കൊന്ന് കൈയിട്ട് നോക്കി. എല്ലായിടത്തും മെഷീൻ ലേണിംഗ് കയ്യിലുണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് NLP കൈയിടുന്നുണ്ട്, എല്ലാത്തിനും കൈയിടുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഡാറ്റ സെല്ലിൽ കൈയിട്ട് എന്തിനാ അവിടെ വന്നിരിക്കണ അറിയില്ല. നമുക്ക് നോക്കാം, എന്തായാലും എന്തെങ്കിലും പറയാൻ നോക്കാലോ നമുക്ക് തീരുമാനിക്കാം. സോനുവിനേക്കാൾ അപകടമാണെന്ന് അറിയില്ലതൊന്നും. തുടക്കത്തിലോ ഇങ്ങനെ ഇത് കഴിഞ്ഞ മരുന്നാവും. ഇങ്ങനെയുണ്ട് SPS വർക്കൗട്ട് നടക്കണ്ട. അപ്പൊ പലർക്കും തോന്നുന്നുണ്ടാവും ഇപ്പൊ ഓൾറെഡി ഒരു ജോബ് കിട്ടിയിട്ട് പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളതൊക്കെ. എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടെക്നിക്കൽസ് മാത്രമല്ലല്ലോ, ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ അതേപോലെ പലവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പിന്നെ പല ഹൈ ലെവൽ സംഭവങ്ങളിലേക്ക് പോവാനും. അപ്പൊ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ടോ? ഇപ്പൊ കുറച്ച് ദിവസമുള്ള അറിയാൻ നമുക്ക്. ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചുള്ളിൽ പുറത്തു വിടാം. പുറത്തു വിടാന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് വരുമ്പോ പരിചയപ്പെടാല്ലോ. നെക്സ്റ്റ് ഏതാ പഠിച്ചതൊക്കെ? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നു. BSc കമ്പ്യൂട്ടർ സയൻസ് എങ്ങനെയുണ്ടായിരുന്നു അവിടെ കോഡിംഗ് ഒക്കെ? അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പോലെ ഒന്നല്ലല്ലോ. അപ്പൊ നമുക്കിപ്പോ ഒരു ആഴ്ചയിലിപ്പോ ഒരു 5 hour ഉണ്ടാവുള്ളൂ പ്രാക്ടിക്കലൊക്കെ. എല്ലാ കോളേജിലും മാതിരി തന്നെ ഭരണ മാതിരി തന്നെ എഞ്ചിനീയറിംഗ് കോളേജും കണക്കാണ്. കാര്യമായിട്ടൊന്നും കോഡിങ്ങും കാര്യമൊന്നും പഠിപ്പിക്കത്തില്ല. ജസ്റ്റ് ബേസിക് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തുള്ളൂ. അപ്പൊ അന്നൊക്കെ ബാക്കിയുള്ളവർക്ക് എന്താണ് കൂടെ പഠിച്ചവരൊക്കെ? കൂടെ പഠിച്ചവര് ജസ്റ്റ് പാസ്സായവരൊക്കെ PG ഒക്കെ പോയി. പിന്നെ ഞാൻ PG വീട്ടിൽ നല്ല പ്രശ്നമായിരുന്നു PG. പക്ഷെ പിന്നെ PG-യിലൊന്നും കാര്യമില്ല തോന്നി. കാരണം ഇപ്പോൾ വേറെ ഫീൽഡിൽ ഇപ്പോൾ മെക്കാനിക്കൽ പഠിച്ചവർ ഇംഗ്ലീഷ് പഠിച്ചവരൊക്കെ IT ഫീൽഡ് നല്ല ശമ്പളം വാങ്ങി കയറി പോകും. പിന്നെ നമ്മളെന്തിനാ വെറുതെ ഇത്രയും കൊല്ലൊക്കെ പഠിച്ച് വേസ്റ്റ് ആക്കുന്ന വിചാരിച്ചു. ഇപ്പൊ നമ്മളെ ശ്രീഗണേശൻ കയറി പറയാം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് 50,000 കിട്ടിയില്ലേ? അതൊക്കെ വേറെ പുറത്ത് കൺട്രീസിലും. എങ്ങനെയുണ്ട് SPS എങ്ങനെയുണ്ട് വർക്കൗട്ട്? SPS നമ്മളിപ്പോ ഡിഗ്രിക്കൊക്കെ പഠിച്ചാണല്ലോ. അപ്പൊ ഡിഗ്രിക്കൊന്നും വലിയ നമ്മൾ കാര്യമായിട്ട് പഠിക്കൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് SPS വരുമ്പോൾ ഈ വർക്കൗട്ട് ആകുമ്പോൾ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാൻ അതിന്റെ കൂടെ പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എങ്കിലും കുഴപ്പമില്ല, മേക്ക് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് പഠിച്ചെടുക്കണ്ടേ? കോളേജ് പോയി പഠിപ്പിക്കണില്ല ആരും? ഇല്ലല്ല. സന്തോഷായില്ലേ? സന്തോഷം. നെക്സ്റ്റ് SPS ക്ലാസ്സില് എല്ലാവരും ടാർഗറ്റ് ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇന്ന കമ്പനി ഇന്ന സാലറി ഒക്കെ ടാർഗറ്റ് ചെയ്യിപ്പിച്ചൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യിച്ച സമയത്ത് മുസദ്ദീഖിനോട് ചോദിച്ച് മുസദ്ദീഖിനോട് ചോദിച്ച് എത്ര സാലറി എത്ര ടാർഗറ്റ് ചോദിച്ചു. അപ്പോൾ വന്നിട്ട് പറഞ്ഞ് ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു ഒരു 5 lakh സംതിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് നടക്കണമല്ലോ പരിപാടി മറന്നു പറഞ്ഞു. ഇത് പറഞ്ഞില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതോ 5 lakh എന്താ നീ ഉദ്ദേശിക്കണമെന്ന് വെച്ച്. അപ്പോൾ ഒരു 3 വർഷത്തെ പ്ലാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, കമ്പനി ഗൂഗിളാണ്, ഗൂഗിളിൻ്റെ ഇന്ന സ്ഥലത്താണ് ഞാൻ ടാർഗറ്റ് ചെയ്യണത്, ഇന്ന പൊസിഷനാണ്, അതിന് ഇന്ന വഴികളാണ്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. എന്താ പഠിച്ചത്?
ബിടെക്കാണ്. ബിടെക് ഏതായിരുന്നു? ബിടെക് ഈസി ആയിരുന്നു. അവിടെ നിന്ന് പഠിച്ച് ഒരു 10-30 സപ്ലികളോടുകൂടി പുറത്തിറങ്ങി. എത്ര സപ്ലി ഉണ്ടായിരുന്നു? 29 അടുത്ത് സപ്ലി. എന്നിട്ട് പിന്നെ അന്ന് സത്യം പറഞ്ഞ ഒരു അന്തം ഇല്ല, ഒരു പ്ലാനോ വിഷനോ ഒന്നും ഇല്ല. ഏത് ഇയറിലാണ് പറഞ്ഞു കഴിഞ്ഞു? 2016. പണ്ടൊക്കെ നമ്മൾ എന്താ പറയാ, കോളേജ് പഠിക്കുമ്പോൾ വിചാരിച്ചിരുന്നത് ഈ ഗൂഗിൾ ന്യൂസ് വായിക്കും, ഗൂഗിളിൽ പ്ലേസ്മെന്റ് കിട്ടി, IIT സ്റ്റുഡന്റ്, അപ്പൊ നമ്മള് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ, അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഇത് അത്ര വലിയൊരു സാധനമല്ല, നമ്മളൊന്ന് എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് മനസ്സിലായി. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ SPS പറ്റി കേട്ട്, നമ്മൾ റിലേറ്റീവ് വഴി അറിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇവരുടെ ഒരു മെത്തേഡ് എടുത്ത് നോക്കിയപ്പം ഇവര് ടീച്ചേഴ്സ് ഒന്നുമില്ല, സ്വന്തം പഠിക്കണം, അവരെന്താ പഠിക്കേണ്ടതെന്ന് പറയും, പഠിച്ച് പാസ്സായില്ലേ പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ വിളിച്ച് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് കയറി. അവിടെ കയറി വന്ന് ആ സമയത്താണ് സാറ് പറഞ്ഞ ഇൻസിഡന്റ്, മറ്റേ എന്താണ് ഒരു ടാർഗറ്റ് വെക്കാൻ പറഞ്ഞത്. ഞാൻ ശരിക്കും അന്വേഷിച്ചു. അപ്പം ഏറ്റവും ബേസായിട്ട് എന്താ പറയാ, നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ് ആണ് ഈ എല്ലാ ഫാൻ കമ്പനീസിന്റെ മെയിൻ ഇന്റർവ്യൂസ്. അപ്പോൾ അവർ ബേസിക്കായിട്ട് അത് ചോദിക്കുന്നതൊന്നുമില്ല, നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടോ, കുറച്ച് കോഡ് അറിയണം, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടോ, ഇത്ര ഉണ്ടെങ്കിൽ അവരെടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ഒരു ചാർജ് ചെയ്യാന്നുള്ള എനിക്ക് എന്തായാലും ഭയങ്കര കോൺഫിഡൻസ് തോന്നും. പിന്നെ ഇവിടുത്തെ എന്താ പറയുക, ആ ഒരു സ്റ്റഡി രീതിയും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. വന്ന് ഒരു കുറച്ചാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മാറി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കയറുന്നുള്ള ഉറപ്പില്ലാണ്. വേറെ ഒന്നും പറയില്ല, സെറ്റാണ്. അപ്പോൾ ഇതേമാതിരി ഹൈ ഇൻകം ജോബിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നല്ല കമ്പനിയിലോട്ട്, ഇപ്പോൾ ഗൂഗിളൊക്കെ ടാർഗറ്റ് വെക്കുന്ന പോലെ വലിയ വലിയ കമ്പനീസിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കയറണം എന്നുണ്ടെങ്കിൽ ഈ സീരീസ് ചെയ്തോ. അത് നിങ്ങൾ ഇനി ഡിഗ്രി അതൊക്കെ എന്തായാലും അതായത് കമ്പനീസ് വെക്കും. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് മെയിൽ അയച്ചും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. ഒരു ക്രൈറ്റീരിയ വെക്കുകയാണ്, വേൾഡിൽ എല്ലാവരും കൂടെ ആ കമ്പനി അപ്ലൈ ചെയ്താൽ വരുന്നതിന് പകരം ആ ഒരു സബ്ജക്റ്റ് പഠിച്ച ആൾക്കാരൊന്ന് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. ബട്ട് നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ഏത് കമ്പനിയിലും പ്രോപ്പറായിട്ട് മെയിൽ അയച്ച് കോൺടാക്ട് ചെയ്തിട്ട് ജോലി കിട്ടും. അപ്പോൾ അത് ഡിഗ്രി ഇല്ലാതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുക, വർക്കൗട്ട് ചെയ്യും. ഇതിലെല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മുസദ്ദീഖ് ടാർഗറ്റ് വെക്കുക, മുസദ്ദീഖ് പഠിത്തം കയറും. അത് നമ്മൾ എന്താണ് ചാനൽ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ നിങ്ങളും നല്ല സാലറിലോട്ട് കയറണം. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ CROSSROADSനെ അറിയിക്കണം കേട്ടോ. കുറേ ആൾക്കാർ അറിയിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരും CROSSROADSനെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും കേരളത്തിൽ ഒരുപാട് പേർക്ക് നല്ല ഇൻകം, സാലറി, നല്ല ജോബൊക്കെ, നല്ല ലൈഫ് സ്റ്റൈലൊക്കെ വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ DS ചലഞ്ച് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ, നാളെ മുതൽ നമ്മൾ കണ്ടന്റിലോട്ട് കയറും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് നാളെയാണ് കണ്ടന്റ് തുടങ്ങുക. അതിന് മുന്നേ നിങ്ങൾ 100K കോഡിംഗ് ചലഞ്ച് തീർക്കാത്ത എല്ലാവരും 100K കോഡിംഗ് ചലഞ്ച് തീർക്കുക. അപ്പോൾ ജാവയുടെ ബേസിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു 4-5 വീഡിയോയുടെ കാര്യമല്ലേ ഉള്ളൂ, അത് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. അത് പഠിക്കുക, അത് പഠിച്ചിട്ട് അതിൻ്റെ ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നാളെ തുടങ്ങല്ലേ? ഓക്കെ.